ഐ ഗെസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫിൽറ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതെങ്ങനെ ചെയ്യണമെന്നറിയില്ല. നമുക്ക് കാണാൻ സാധിക്കും അവിടെ 1.8 മില്യൺ ലൈക്കേഴ്സാണ് ഈ ഒരു വീഡിയോസിലുള്ള ഗെസ്. അപ്പം ഇത് എങ്ങനെ എന്ന് ചെയ്യാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. ഫ്രീക്വൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി അതിന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഈ ഫ്രീക്വൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ തന്നെ ഓൾ എഫക്റ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ അതിലിങ്ങനെ വലത്തോട്ട് നീക്കുമ്പോൾ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. കാർട്ടൂൺ എഫക്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പല എഫക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എഫക്റ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന യെല്ലോ കളറിൽ കാണിക്കുന്ന ഈ ഒരു ഫിൽറ്ററാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോസിന് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം യൂസ് പ്രീസെറ്റ് എന്ന് കാണാൻ സാധിക്കും താഴെ. ആ യൂസ് പ്രീസെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂസ് പ്രീസെറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അതിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റീഡ് ചെയ്ത് 100% കഴിഞ്ഞാലാണ് നമുക്ക് ഇത് പിന്നെ മുന്നോട്ട് നെക്സ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്രിസ്ത്യാനോയുടെ നോർമൽ ഫോട്ടോ ഇപ്പോൾ ഒരു കാർട്ടൂൺ പിക്കിലായിട്ട് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനെ നമ്മൾ നെക്സ്റ്റ് അടിക്കണം. ഇപ്പോൾ ഞാൻ മോഡ് വെർഷനിലായതുകൊണ്ട് എനിക്ക് മേലെയാണ് നെക്സ്റ്റ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫ്രീക്വലാണെങ്കിൽ സാധാ സൈഡിൽ താഴെ നമുക്ക് നെക്സ്റ്റ് കാണിക്കും. അപ്പോൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് മേലാണ് നെക്സ്റ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ മേലത്തെ നെക്സ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും സേവ് ഫോട്ടോ എന്നുള്ള ഭാഗം. ആ സേവ് ഫോട്ടോ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്ക് ഇപ്പം ആ ഒരു ഫോട്ടോ സേവ് ആയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ വീണ്ടും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് പിന്നെയാണ് നമുക്ക് വേറൊരു വർക്കുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോസ് എടുക്കുക, ആ ഒരു എഫക്റ്റുള്ള വീഡിയോസ് എടുക്കുക. അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ യൂസ് എഫക്റ്റ് ഉണ്ടാവും താഴെ. ആ യൂസ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ പിക്ക് നമ്മളവിടെ കൊണ്ടുപോയിടുക. അപ്പോൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കാർട്ടൂൺ അല്ലാത്ത ആ ഒറിജിനൽ പിക്ക് നമ്മളവിടെ കൊണ്ടുപോയിടുക. നമ്മൾ എടുത്തിട്ടുള്ള കാർട്ടൂൺ ഫോട്ടോ അത് വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം ആ ഫോണ് നമ്മളെ സ്ക്രീനിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ പിടിക്കുമ്പോൾ നമ്മൾ ക്യാമറ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കറക്റ്റായി പിടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റർ ബട്ടൺ, ആ എഫക്റ്റിൻ്റെ ഭാഗത്ത് സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴാണ് താഴേക്ക് ഇങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഓൾഡ് ഫോട്ടോ ഞാൻ ആദ്യം ആഡ് മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് ഞാൻ ആ എഫക്റ്റ് എന്നുള്ള റൗണ്ടിൽ കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ താഴോട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ പിടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ഫോട്ടോ നമ്മൾ കാർട്ടൂൺ പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ആ നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ നമുക്ക് വന്ന് പിടിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ
കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാവുന്നതാണ്.